ഹായ് മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പ്രൊഫൈൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന്, അല്ലെ? അപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളോട് എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാകും. ഇതെങ്ങനെയാണ് ചോദിക്കുക? അത് നമ്മുടെ പ്രൊഫൈൽ തയ്യാറാക്കുവാനാണോ പറയാ? എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഈ പ്രൊഫൈൽ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു സീനാക്കി പ്രൊഫൈൽ, അല്ലെ? സീനയുടെ പ്രൊഫൈലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നാം തന്നിട്ടുണ്ട്. നാം എന്താണ്? പേര്, അല്ലെ? പേരാണ്. അപ്പൊ ഇവിടെ സീന പേര് കൊടുത്തു. കക്ഷ കിतने में पढ़ते? 5वीं കക്ഷ 5. ഇനി നമ്മൾ എന്ത് കൊടുത്തു? സ്കൂളിന്റെ പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആയു എത്രയാണ്? ആയു എന്ന് പറഞ്ഞ വയസ്സാണ് 11. അതുപോലെ നമ്മൾ പാഠഭാഗത്ത് നമുക്ക് ഒരു വർക്ക് ഉണ്ട്. ഇതുപോലെ ഒരു പ്രൊഫൈൽ, നമ്മുടെ സ്വന്തം പ്രൊഫൈൽ തയ്യാറാക്കുവാൻ. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലെ? ഞാൻ എൻ്റെ പേര് എഴുതി, ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് എഴുതി, നിങ്ങളും അതുപോലെ എഴുതണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇത് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക? ഈ ചോദ്യം നോക്കൂ. വാർത്താലാപ് പഠേ. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോൺവെർസേഷൻ. ഇവിടെ തന്നിട്ടുള്ള ഈ കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കുക. और अनुबंध प्रश्नों के उत्तर लिखे. അനുബന്ധ പ്രശ്നോ, ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് ഇവിടെ? നോക്കൂ, എന്താണ് വാർത്താലാപ്? ആസ്പത്താൽമേ. എവിടെയാണ് ഈ സംഭാഷണം നടക്കുന്നത്? ഒരു ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ ക്യാ നാം ഹേ ബേട്ടി, അല്ലെ? ഡോക്ടർ ചോദിക്കാണ് ക്യാ നാം ഹേ ബേട്ടി. അപ്പൊ ലഡ്കി നിദ. എന്താണ് ഇവിടെ? നിദ. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു ആയു. നമ്മളോട് ഡോക്ടർ ചോദിക്കാറുണ്ട്, അല്ലെ? വയസ്സ് എത്രയായി നമ്മളെ പരിശോധിക്കുമ്പോ? അപ്പൊ വയസ്സ് പറഞ്ഞു 10 സാൽ. എത്ര വയസ്സാണ്? 5 വയസ്സാണ്. പിന്നെ ഡോക്ടർ ചോദിക്കുന്നത് എന്താ? കഹാ പഠിത്തി ഹോ. എത്രയിലാണ് പഠിക്കുന്നത്? അപ്പൊ നിദ പറയുന്നു സർക്കാരി UP സ്കൂൾ മുതുകുളം 5वीं കക്ഷ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്രൊഫൈലിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ കോൺവെർസേഷനിലും ഉണ്ട്. ഇനി എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും. പ്രൊഫൈൽ തയ്യാറാക്കുവാൻ, അല്ലെ? പ്രൊഫൈൽ തയ്യാർ കരേ. എന്നിട്ട് നിങ്ങളോട് ഇവിടെ എന്ത് തരും? നാം തരും. പിന്നെയോ കക്ഷ തരും, സ്കൂൾ, ആയു. ഇപ്പൊ ഇവിടെ നമ്മൾ ആരുടെ പ്രൊഫൈലാ തയ്യാറാക്കേണ്ടത്? ഇവിടെ നമുക്ക് തന്ന കോൺവെർസേഷൻ വായിച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കണം. ആരുടെ പ്രൊഫൈല്? നിദയുടെ പ്രൊഫൈലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, ഒരു ബോക്സ് തരും, ഇങ്ങനെ തന്നെ ബോക്സ് തരും. എന്നിട്ട് നമ്മൾ പ്രൊഫൈലില് നാം എന്താണ് മക്കളെ? നിദ, അല്ലേ? ഇനി കക്ഷ എത്രയാ? 5वीं. 5 എന്ന് എഴുതാ. 5. സ്കൂൾ SUP. നിങ്ങൾ സർക്കാരി സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി എഴുതാട്ടോ. സർക്കാരി UP സ്കൂൾ. ബൂദ്കുലം. ഇനി ആയു എത്രയാണ് ഇവിടെ തന്നത്? 10 ആണ്. അപ്പൊ ഒരു പ്രൊഫൈൽ റെഡി ആയില്ലേ? നമ്മൾ എന്തെങ്കിലും പഠിച്ചോ? ഇല്ല, നമുക്കൊന്നും പഠിക്കേണ്ട. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഈ പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ മിസ് ചെയ്ത പോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇതേ പ്രൊഫൈൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് കക്ഷ എഴുതാ. കക്ഷ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്, ആയു വയസ്സാണ്, ഇത് സ്കൂളാണ്, അല്ലെ? ഈ 3 കാര്യങ്ങൾ വെച്ച പ്രൊഫൈൽ തയ്യാറായി. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ ചോദിച്ചാലും നിങ്ങൾ ഈ പ്രൊഫൈലിൽ വേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. നാം, കക്ഷ, സ്കൂൾ, ആയു. ഇനി മറക്കുവോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതൊരു 4 മാർക്ക് 3 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക.
അപ്പൊ മിസ്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.